കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട കവിത അരുൺ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ. ഒരു വാർഡിൽ നിന്ന് തുടർച്ചയായി 3 വട്ടം വിജയിക്കുക, അതും ഒരു വനിത. ആ വനിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ അവർ ഭർത്താവിൻ്റെ കൂടെ ബിസിനസ് രംഗത്ത് വളരെ സജീവമായിരുന്നു. അങ്ങനെ ജനങ്ങളുമായി വലിയ ബന്ധമുണ്ടാക്കുന്നു. അതിനിടയിൽ മുസ്ലിം ലീഗിൻ്റെ സീറ്റിലേക്ക് അവരെ തിരഞ്ഞെടുക്കുന്നു. പ്രത്യേകിച്ച് ആ മുസ്ലിം ലീഗിൻ്റെ സീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂനപക്ഷക്കാരിയായിരിക്കുമെന്ന് പലരും പ്രതീക്ഷിക്കും. പക്ഷേ അതല്ല, ഭൂരിപക്ഷ സമുദായികമായിട്ടുള്ള ഒരാളാണ്. കവിത അരുൺ ആണ് അങ്ങനെ തുടർച്ചയായി കോഴിക്കോട് കോർപ്പറേഷനിൽ മുസ്ലിം ലീഗിൻ്റെ സീറ്റിൽ കൊമ്മേരി ഡിവിഷനിൽ നിന്നും തുടർച്ചയായി ഹാട്രിക് വിജയം നേടിയിരിക്കുന്നത്. ഇത്തവണ അവർ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. കൗൺസിലറായി ചുമതലയേറ്റു, ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. അതിന് തന്നെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇങ്ങനെയാണ് ഈ ഒരു ഹാട്രിക് വിജയത്തിൻ്റെ ഒരു രഹസ്യം എന്താ? ഞാൻ 2010 ആദ്യമായിട്ട് മത്സരിക്കുന്നത്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അന്ന് എൻ്റെ ചിഹ്നം ഗ്ലാസ് ആയിരുന്നു. അന്ന് 26 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഏകദേശം 40-45 വർഷത്തോളം CPM മാത്രം ജയിച്ചിരുന്ന വാർഡിലാണ് ഞാൻ മത്സരിച്ചത്. വീണ്ടും 2015 ഞാൻ മത്സരിച്ചു, പക്ഷേ അന്ന് കിട്ടിയില്ല പറഞ്ഞാൽ ഇപ്പം ഞാൻ മത്സരിച്ച എതിർ സ്ഥാനാർത്ഥി എന്നെ 320 വോട്ടിന് തോൽപ്പിച്ചു. 2020 വീണ്ടും ഞാൻ മത്സരിച്ചു. വീണ്ടും ഞാൻ ആ തോൽവി മറികടന്ന് വിജയിച്ചു. 302 വോട്ടിന് വിജയിച്ചു. വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ സിറ്റിംഗ് സീറ്റിൽ തന്നെ ഞാൻ വീണ്ടും മത്സരിച്ചു. 850 ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇപ്പം ജനറൽ സീറ്റിലാണ് മത്സരിച്ചത്. ആദ്യത്തെ 2 തവണയും 300-ൻ്റെ ആയിരുന്നു ലീഡ്. ഇത്തവണ അത് 800-ലേക്ക് വർദ്ധിപ്പിക്കുന്നു. 850 വോട്ടായി. ഈ ജനങ്ങൾക്കിടയിൽ അപ്പോൾ സജീവമായിരുന്നു. എങ്ങനെ? എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വാർഡിൽ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ആളുകളായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ഇപ്പോൾ കോർപ്പറേഷന് ലഭിക്കുന്ന എല്ലാ പദ്ധതികളായാലും ചെറിയ കാര്യങ്ങളായാലും, അതിപ്പോൾ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നമുക്കൊരു പച്ചക്കറി തൈ ആയാലും കോഴിയായാലും എല്ലാം ഞാൻ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും ലീഗിനെതിരെ പലരും ആക്ഷേപിക്കുന്ന ഒരു കാര്യം, ലീഗ് ഭൂരിപക്ഷ സമുദായത്തെ പരിഗണിക്കാത്ത ഒരു സമുദായമാണെന്നൊക്കെ വെറുതെ ആക്ഷേപമായിട്ട് പറയുന്നേക്കാം. അതിൻ്റെ വസ്തുത നമുക്കൊക്കെ അറിയാം. യഥാർത്ഥത്തിൽ അതല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണോ കവിത? ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രത്യേകിച്ച് പാർട്ടി മെമ്പർഷിപ്പ് ഒരു പാർട്ടിയിലും ഇല്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനമായിട്ടാണ് മത്സരിച്ചത്. അപ്പം പിന്നെ അങ്ങനെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും അഭിപ്രായം പറയാൻ താല്പര്യമില്ല. മറ്റൊന്ന്, ലീഗ് ഇത്തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കവിത അരുണിൻ്റെ പേര് മാധ്യമങ്ങൾക്ക് നൽകിയ ലിസ്റ്റിലുണ്ടായിരുന്നു അല്ലേ? അതുണ്ട്, വന്നിട്ടുണ്ട്. പിന്നെ അന്തിമമായിട്ടുള്ള തീരുമാനം UDF ആണ് എടുക്കേണ്ടത്. അത് വന്നിട്ടില്ല. ഏത് വകുപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കുടുംബത്തിൻ്റെ വലിയൊരു പിന്തുണ എന്തായാലും കാണുമല്ലോ. അതെങ്ങനെ? കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലങ്ങനെ പ്രത്യേക രാഷ്ട്രീയമുള്ള ആളുകളല്ല എൻ്റെ അച്ഛനും അമ്മയൊന്നും. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നല്ല കോൺഗ്രസ് ഫാമിലിയാണ്. ഹസ്ബൻഡിൻ്റെ അച്ഛൻ മാങ്കാവ് മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് ധാരാളം വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡും ഒരു കോൺഗ്രസ്സുകാരനാണ്. KSUടെയൊക്കെ ഇലക്ഷനൊക്കെ നിന്ന വ്യക്തിയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെക്കാളും താല്പര്യം ഹസ്ബൻഡിനായിരുന്നു എങ്ങനെ ഈ രംഗത്ത് കൊണ്ടുവരണമെന്ന്. പിന്നെ ഞാൻ വന്നതിന് ശേഷം നമുക്കറിയാലോ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും സത്യസന്ധമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകുന്നതാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നിയുക്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഭിനന്ദനങ്ങൾ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. കവിത അരുണാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ നിയുക്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് അവർ. അവരുടെ ഒരുപാട് പ്രതീക്ഷകൾ അവർക്കുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹവും അവർ പങ്കുവയ്ക്കുകയാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.